Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 കേരളത്തിലെ മെഡിക്കൽ സെക്ടറിലേക്കുള്ള അഡ്മിഷൻ്റെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് വളരെ ഷോർട്ടായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, 21 ഇന്നലെ രാത്രി മുതലാണ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 21 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളും ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസിലൂടെ നമ്മൾ ആദ്യമായിട്ടൊന്ന് പോകാം. ഫസ്റ്റ് വൺ, ഗവൺമെൻറ് ഓഫ് കേരള നോട്ടിഫിക്കേഷൻ കീം 2024. ഫസ്റ്റ് വൺ 21 ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സൈറ്റ് ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ വേണം നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നാം ചെയ്യാൻ. സെക്കൻഡ് വൺ, ഈ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 26/11:59 PM വരെയാണ്. 26-ാം തീയതി വരെയാണ് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ടൈം. ഇവിടെ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ കീമിൻ്റെ ചോയ്സ് ഫില്ലിങ്ങിനകത്ത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2 കോഴ്സുകളാണ്, MBBS-ഉം BDS-ഉം. MBBS-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ 12 മെഡിക്കൽ കോളേജുകളും അതിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 17 ക്യാമ്പസുകളും. കഴിഞ്ഞ വർഷം 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കായിരുന്നു അലോട്ട്മെൻറ്റ് നടന്നത്. ഈ വർഷത്തെ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 17 കോളേജസ് മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ക്യാമ്പസുകളുടെ റെക്കഗ്നീഷൻ അവരുടെ MCCയുടെ അപ്രൂവൽ പ്രോസസ്സിങ്ങിലായതുകൊണ്ടാണ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മുടെ ലിസ്റ്റിൽ വരാത്തത്. അപ്പോൾ എത്രയും വേഗം തന്നെ ആ ക്യാമ്പസുകളും ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇൻ കേസ് ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ആ ബാക്കിയുള്ള ക്യാമ്പസുകൾ വരുന്നതെങ്കിൽ ആ സമയത്ത് ആ ക്യാമ്പസുകളെ നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ എൻട്രൻസ് കമ്മീഷണർ നൽകുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ 17 ക്യാമ്പസുകളും ഇതിനോടൊപ്പം ഈ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിലെ 15% NRI സീറ്റും ഗവൺമെൻറ് BDS-ൻ്റെ 6 ഡെൻ്റൽ കോളേജുകളും BDS-ൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലുള്ള 20 ഡെൻ്റൽ കോളേജുകളും അവിടുത്തെ NRI സീറ്റും, ഇത്രയും ക്യാമ്പസുകളിലേക്കുള്ള ചോയ്സ് ഫില്ലിംഗ് ആണ് ഇപ്പോൾ കീമിൻ്റെ സൈറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ MBBS-ൻ്റെയും BDS-ൻ്റെയും ഗവൺമെൻറ് ക്യാമ്പസുകളുടെ 85% സീറ്റിലേക്ക് മാത്രമാണ് നമുക്കിവിടെ കീം വഴി ഓപ്ഷൻ കൊടുക്കാൻ വരിക. ബാക്കി 15% സീറ്റുകൾ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ സീറ്റുകളിലൂടെ നമുക്കറിയാം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ചോയ്സ് ഫില്ലിങ്ങും കംപ്ലീറ്റ് ചെയ്ത് 21 കഴിഞ്ഞു. 23 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ 29 മുമ്പായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ഓൾ ഇന്ത്യ വഴി നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ നാം ജോയിൻ ചെയ്യണം. ആ സെയിം ടൈമിൽ തന്നെയാണ് നമ്മുടെ കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ 26 വരെയാണ് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ടൈം. 27 പ്രൊവിഷണൽ ആയിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 29 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 29 പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കീം ഓൾ ഇന്ത്യ വഴി നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 29 തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ നാം അഡ്മിഷൻ നേടണം. കാരണം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയുള്ള കേരളത്തിൻ്റെ 15% സീറ്റിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ അത്രയും സീറ്റും കൂടെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുള്ള പ്രയോറിറ്റിയാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഞാൻ കേരള വഴി അഡ്മിഷൻ എടുക്കാമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് കേരളത്തിലെ വിദ്യാർത്ഥികളോട് ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നൊരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ കേരളയുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 29 അങ്ങനെ 29 പബ്ലിഷ് ചെയ്താൽ സെപ്റ്റംബർ 5 മുമ്പായിട്ട് നാം കേരളത്തിലെ കോളേജുകളിൽ നിർബന്ധമായും ജോയിൻ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കിവിടെ വീണ്ടും കാണാം, 21 നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 26 വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ടൈം. 27 ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെൻ്റ് ആണ്. ആ ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കോളേജിൻ്റെ ഒരു ട്രയൽ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അവിടെ ചേഞ്ചസ് വരുത്താനുമുള്ള പെർമിഷൻ 27 നമുക്കുണ്ട്. അതിനുശേഷം 29 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 30th മുതൽ സെപ്റ്റംബർ 5 ഇൻ ബിറ്റ്വീൻ നാം നിർബന്ധമായും കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി ഒരു ക്യാമ്പസിൽ നമുക്ക് അലോട്ട് ചെയ്താൽ അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടർ ആവട്ടെ, MBBS ആവട്ടെ, BDS ആവട്ടെ,
ഒരു ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നാം എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ പങ്കെടുക്കുമ്പോഴും എല്ലാ റിസർവേഷൻസും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് എൻട്രൻസ് കമ്മീഷണർ ചോയ്സുകൾ ഫില്ല് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നത്. ഇവിടെ നോക്കാം, എല്ലാ റിസർവേഷൻസും സ്റ്റേറ്റ് മെറിറ്റിലെ 50% സീറ്റുകൾ, ടോട്ടൽ സീറ്റിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റായിട്ട് ഓപ്പൺ റിസർവേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. ബാക്കി വരുന്ന EWS അത് 10% സീറ്റാണ് EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതായത് ജനറൽ കാറ്റഗറിയിലെ എക്കണോമിക്കലി വീക്കായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10% സീറ്റ്. ഇനി ബാക്കി വരുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് SCBC കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് 30% സീറ്റ്. ഈ 30% SCBC എന്ന് പറയുന്നതിനെ 30%നെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് 9%, മുസ്ലിം 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കത്തോലിക്ക് 3%, ഇങ്ങനെ ധീവര, വിശ്വകർമ്മ, കുടുംബി, കുശവൻ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും കൂടെ 10%. ഇങ്ങനെ ടോട്ടൽ 100% സീറ്റുകളെ 50+10+30+10 എന്നുള്ള റേഷ്യോയിൽ ഓരോ റിസർവേഷൻ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ വർഷത്തെ 2024 MBBSന്റെ ഫീസ് ഗവൺമെന്റ് സെക്ടറിലാവുമ്പോൾ 23,150 റുപ്പീസാണ് ആനുവൽ ഫീസ് വരെ. ഒരു വർഷത്തെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് 23,150 റുപ്പീസാണ്. ഇത് കൂടാതെ ഓരോ ഗവൺമെൻറ് ക്യാമ്പസുകളിലും അവിടുത്തെ അതർ ഫീസ് റീസണൽ ഫീസായിട്ട് വരാം. അത് ഹോസ്റ്റൽ ഫീ ആവാം, അല്ലെങ്കിൽ അതർ ഫീസുകൾ വരാം. ഇതൊക്കെ നമ്മൾ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് വേണ്ട എക്സ്ട്രാ ഫീസുകളെ കുറിച്ച് ആ ക്യാമ്പസിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വിളിച്ച് നാം അന്വേഷിച്ചിട്ട് വേണം ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കാൻ പോവാൻ. ആ സമയത്ത് അവിടെ വരുന്ന എക്സ്ട്രാ ഫീസുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നാം പോവാൻ. അപ്പോൾ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് MBBS കോഴ്സുകൾക്ക് നമ്മുടെ കേരളത്തിൽ വരുന്ന 12 ഗവൺമെൻറ് ക്യാമ്പസുകളിൽ 23,150 റുപ്പീസാണ് ടോട്ടൽ ഫീസ് വരിക. ഇനി ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിൽ ഒരു വർഷം 20,840 റുപ്പീസാണ് ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നത്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മുടെ ഓരോ ക്യാമ്പസിൻ്റെയും സീറ്റ് ഫീസ് എത്രയാണെന്ന് എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ഇവിടെ കാണാം, KMCT മെഡിക്കൽ കോളേജിൽ 7,68,880 റുപ്പീസാണ് ഒരു വർഷത്തെ ആനുവൽ ട്യൂഷൻ ഫീസ് വരിക. ഇങ്ങനെ ഓരോ ക്യാമ്പസിൻ്റെയും ഫീസ് എത്രയാണ്, ആനുവൽ ട്യൂഷൻ ഫീ എത്രയാണെന്നുള്ളത് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ തന്നെ ഓരോ ക്യാമ്പസിൻ്റെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 15% സീറ്റുകൾ NRI സീറ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ 20,86,400 റുപ്പീസാണ് ആനുവൽ ഫീസായിട്ട് വരിക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, BPL കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഫിനാൻഷ്യലി വെരി പുവർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എന്തെങ്കിലും ഫീസിൻ്റെ ഇളവുണ്ടോ? ശരിക്കും മുൻ വർഷം 2020 വരെ NRI ഫീസിൽ 15 lakhs റുപ്പീസ് ആയിരുന്നു ഫീസ്. അതിനുശേഷം ആ ക്യാമ്പസിൽ തന്നെ BPL കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 20 lakhs NRI ഫീസ് ആക്കിയിട്ട് ആ 5 ലക്ഷം രൂപ എക്സ്ട്രാ വരുന്ന ഫീസ് ആ ക്യാമ്പസിൽ തന്നെ കുട്ടികൾക്ക് പുവർ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ 2020 വരെ BPL കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസ് ഇളവോടുകൂടി പഠിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ 2020 ഒരു കേസ് കൊടുത്തതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വരാത്തത് കൊണ്ട് അന്ന് മുതൽ ഈ BPL സ്കോളർഷിപ്പ് പെൻഡിങ് ആണ്. അന്നുണ്ടായിരുന്ന 15 lakhs റുപ്പീസ് NRI ഫീസ് എന്നത് 20 lakhsലേക്ക് ഉയർത്തി വെച്ചത് അതിപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലും NRI ഫീസ് 20 lakh റുപ്പീസാണ്. പക്ഷേ BPLൻ്റെ ആ സുപ്രീം കോടതിയിലെ കേസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള സ്കോളർഷിപ്പ് ആ വിദ്യാർത്ഥികൾക്കൊട്ട് ലഭിക്കുന്നുമില്ല. അത് എത്രയും വേഗം ആ കോടതിയുടെ വിധി വന്നിട്ട് BPL കുട്ടികൾക്ക് അതിനുള്ള അർഹത ലഭിക്കട്ടെ എന്ന് ഇതിനോടൊപ്പം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ BDSൻ്റെ ഫീസ് എന്ന് പറയുന്നത് 3,30,940 റുപ്പീസാണ്. NRI കാറ്റഗറിയിൽ വരുന്ന BDSൻ്റെ ഫീസ് 6 lakhs റുപ്പീസാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 7 lakhs 8 lakhs റുപ്പീസ് ഒക്കെയാണ് ഫീസ് എങ്കിലും കുറേയധികം വിദ്യാർത്ഥികൾക്ക്, റിസർവേഷൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഫീസും കൊടുക്കേണ്ടതില്ല. ആർക്കൊക്കെയാണ് ഫീസ് കൊടുക്കാതെ പഠിക്കാവുന്നത്? SC വിദ്യാർത്ഥികൾക്കും അതുപോലെ ST വിദ്യാർത്ഥികൾക്കും, ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും, ഈ
2 കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസ് ഇല്ല. അതുപോലെ OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും ചിൽഡ്രൻ ഓഫ് ഫിഷർമെൻ രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ വരുന്ന കുറേയധികം വിദ്യാർത്ഥികൾക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസ് ഇല്ല. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇത്രയും കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് കിട്ടുന്ന കുറേയധികം കാറ്റഗറീസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ അടുത്തൊരു വീഡിയോയിൽ, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBSന് ഫ്രീ ആയിട്ട് പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫീ ഉണ്ടോ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗവൺമെൻറ് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നു, നമുക്ക് ഈ വർഷത്തെ കീമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അത് MBBS ആവട്ടെ, BDS ആവട്ടെ, NRI സീറ്റ് ആവട്ടെ, ഏത് സീറ്റിലേക്കും നമുക്കൊരു രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ 5000 rupees രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഈ ഫീസ് അടയ്ക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ 21 മുതൽ 26 വരെ ചോയ്സ് ഫില്ലിംഗ് ആണെങ്കിലും, ഇനി കേരളയുടെ നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ കേരളയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയ വിദ്യാർത്ഥികൾക്കും ഈ 21 മുതൽ 26 വരെയുള്ള സമയത്ത് പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരവും എൻട്രൻസ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടോ മുൻപ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കോ എല്ലാവർക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ 5000 rupees നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു വേണം ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാൻ. ഇനി നമുക്ക് SC, ST, OEC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും അതിനോടൊപ്പം ജുവനൈൽ ഹോമിലെയും ശ്രീചിത്ര ഹോമിലെയും അതിനോടൊപ്പം നിർഭയ ഹോമിലെയും ഈ 3 സെക്ടറിലെ റെസിഡൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 500 rupees മാത്രമായിരിക്കും. നമ്മൾ വരുന്നത് ഏത് കാറ്റഗറിയിലാണ്, ജനറൽ കാറ്റഗറിയോ നോർമൽ റിസർവേഷൻസോ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എല്ലാവരും 5000 rupees, ബാക്കി SC, ST, OEC അതുപോലെ നമ്മൾ പറഞ്ഞ 3 കമ്മ്യൂണിറ്റിയിലുള്ള റെസിഡൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും 500 rupees രജിസ്ട്രേഷൻ ഫീസ് അടച്ചു വേണം നാം ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുവാൻ. ഇനി അങ്ങനെ പങ്കെടുത്ത് നമുക്ക് 29th കേരളത്തിൽ നമുക്കൊരു അലോട്ട്മെന്റ് ലഭിച്ചു എന്നിരിക്കട്ടെ. ഇനി കേരളത്തിലെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് കെയിമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമാണ് ക്യാമ്പസുകൾ സെലക്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടുക. അത് MBBS ഓ BDS ഓ ഈ കോഴ്സുകളുടെ ഗവൺമെൻറ് സെക്ടറോ പ്രൈവറ്റ് സെക്ടറോ NRI ഏതുമാവട്ടെ, ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമാണ് നമുക്ക് ക്യാമ്പസുകൾ സെലക്ട് ചെയ്യാൻ പറ്റുക. ഇനി ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ, കേരളത്തിലെ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം, നമുക്ക് എൻട്രൻസ് കമ്മീഷണർ നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് ഏത് കോഴ്സ് ഏത് ക്യാമ്പസിൽ വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അർഹത അനുസരിച്ചല്ല നാം ചോദിക്കേണ്ടത്, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ്. നമുക്ക് ഏറ്റവും നല്ല, നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ്, ഏറ്റവും ബെസ്റ്റ് കോളേജ്, ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ മുഴുവൻ ചോയ്സും ഫില്ല് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. എൻട്രൻസ് കമ്മീഷണർ കൺസിഡർ ചെയ്യുന്നത് 1, 2, 3, 4 എന്നുള്ള ഓർഡറിലാണ്. അപ്പോൾ നാം കൊടുക്കുന്നത് എപ്പോഴും 1 തൊട്ട് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് താഴോട്ട് വേണം നാം ഓപ്ഷൻസ് ഫില്ല് ചെയ്യുവാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളയുടെ എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ കുറേയധികം പേരൻസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്, സാർ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അതിൻ്റെ താഴെയാണ് നല്ല ക്യാമ്പസ് കിടക്കുന്നത്, ഇനി അത് സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നമുക്കൊരു ക്യാമ്പസ് അനുവദിച്ച് കിട്ടിയാൽ അതിന് താഴോട്ടുള്ളത് മുഴുവൻ എൻട്രൻസ് കമ്മീഷണർ ഡിലീറ്റ് ചെയ്യും. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും നമുക്ക് ലഭിച്ചതിന് മുകളിലോട്ടുള്ള സീറ്റുകൾ മാത്രമേ, ആ കോഴ്സുകൾ മാത്രമേ എൻട്രൻസ് കമ്മീഷണർ കൺസിഡർ ചെയ്യാനായിട്ട് അവിടെ പെൻഡിങ് വെക്കുകയുള്ളൂ. ആ കോളേജുകൾ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്താനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജുകൾ 1 എന്നുള്ള രീതിയിൽ വേണം നാം ഓപ്ഷൻസ് ഫില്ല് ചെയ്യാൻ. ഇനി ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടാതെ വന്നിരിക്കുന്ന ക്യാമ്പസുകൾ ഏതെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു അവസരം എൻട്രൻസ് കമ്മീഷണർ നൽകുകയും ചെയ്യും. ഇനി ചോയ്സ് ഫില്ല് ചെയ്ത് 29th നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമ്മുടെ മെമ്മോയും ഡേറ്റാ കാർഡും പ്രിൻ്റ് എടുക്കണം. 30th പ്രിൻ്റ് എടുക്കാനുള്ള അവസരം വരിക. മെമ്മോയും ഡേറ്റാ കാർഡും 30th പ്രിൻ്റ് എടുത്തതിന് ശേഷം സെപ്റ്റംബർ 1 മുമ്പായിട്ട്
എൻട്രൻസ് കമ്മീഷണർക്ക് അതൊരു ഗവൺമെൻറ് ക്യാമ്പസിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുഴുവൻ ഫീസും എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് നാം അടയ്ക്കണം. അത് ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീ ആണെങ്കിലും ഇതുപോലെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമുള്ള ഫീസ് ആണെങ്കിലും നമുക്ക് പോസ്റ്റ് ഓഫീസ് വരെ അടയ്ക്കാം, അല്ലെങ്കിൽ അത് ഓൺലൈനായിട്ട് അടയ്ക്കാം. ഈ രണ്ട് രീതിയിലും ഫീ പേയ്മെൻറ്റിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അത് തന്നെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ സീറ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ 1 lakh rupees നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കണം. അത് തന്നെ നമുക്ക് NRI സീറ്റാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ 5 lakhs rupees ആണ് നമ്മൾ ഫീസ് റെമിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് 29th നമുക്കൊരു ക്യാമ്പസ് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ 30th നമ്മൾ ഡേറ്റ കാർഡും മെമ്മോ കാർഡും പ്രിന്റ് എടുക്കണം. അതിനുശേഷം എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ആ മെമ്മോയിലുള്ള എമൗണ്ട്, അത് ഗവൺമെന്റ് സെക്ടർ ആണെങ്കിൽ മുഴുവൻ ഫീസ് 23,000 സംതിങ് റുപ്പീസ്, അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 1 lakh rupees, NRI ആണെങ്കിൽ 5 lakhs rupees, ഇത്രയും എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കുന്നതിനോടൊപ്പം സെപ്റ്റംബർ 5th മുമ്പായി കോളേജുകളിൽ നാം ജോയിൻ ചെയ്യുകയും വേണം. ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. പക്ഷേ കേരളയിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. നമുക്കൊരു കോളേജ് അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് അടച്ചതിന് ശേഷം ബാലൻസ് ഫീസ് കോളേജിൽ റെമിറ്റ് ചെയ്തുകൊണ്ട് നാം ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യുകയും വേണം. ഇങ്ങനെയാണ് കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വർഷം ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഉൾപ്പെടുന്ന ക്യാമ്പസുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗവൺമെൻറ് സെക്ടറിലുള്ള 12 മെഡിക്കൽ കോളേജുകൾ, ഈ 12 മെഡിക്കൽ കോളേജുകളും മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഈ വർഷവും സീറ്റുകളുണ്ട്. ഇതിൽ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് ഇവിടെ എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് 1 ALP TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ എന്നാണ്. അതുകൊണ്ട് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അതല്ല, അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതല്ല. നമ്മുടെ പ്രയോറിറ്റി ഈ 12 കോളേജുകളിൽ ഏതിനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് നോക്കിയിട്ട്, അക്കാഡമിക് ക്വാളിറ്റി നോക്കിയിട്ട്, റിസൾട്ടിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ക്യാമ്പസ് ഏതാണ് എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുത്തു വേണം കോഴ്സുകൾക്കൊപ്പം ക്യാമ്പസുകൾ നാം സെലക്ട് ചെയ്യാൻ. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വന്നാൽ 17 കോളേജുകളാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷം ഉണ്ടായിരുന്ന 2 ക്യാമ്പസുകൾ, ഒന്ന് കരുണ മെഡിക്കൽ കോളേജും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും, ഈ 2 ക്യാമ്പസുകൾ പെൻഡിങ് ലിസ്റ്റിലാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവരെ കൺസിഡർ ചെയ്തിട്ടില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ അതിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ള 17 ക്യാമ്പസുകളിൽ പ്രയോറിറ്റി അനുസരിച്ച് നാം ഓപ്ഷൻ കൊടുക്കണം. ഇനി ഇവിടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ക്യാമ്പസിൽ, ഇപ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ജൂബിലി, അല്ലെങ്കിൽ മലങ്കര, ഈ ക്യാമ്പസുകളിൽ തന്നെ 3 രീതിയിലുള്ള സീറ്റുകളുണ്ട്. ഒന്ന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ജനറൽ സീറ്റ്, മറ്റൊന്ന് ആ ക്യാമ്പസിൻ്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സീറ്റ്, തേർഡ് വൺ NRI സീറ്റ്. അപ്പോൾ നമ്മളൊരു കാൻഡിഡേറ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷന് വേണ്ടി കൊടുക്കുമ്പോൾ ആ ക്യാമ്പസിൻ്റെ മൈനോറിറ്റിയിൽ നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ ക്യാമ്പസിൻ്റെ തന്നെ ജനറൽ സീറ്റ് സെലക്ട് ചെയ്യണം. രണ്ടാമതായിട്ട് ആ ക്യാമ്പസിൻ്റെ തന്നെ മൈനോറിറ്റി സീറ്റ് സെലക്ട് ചെയ്യണം. ഇനി അവിടുത്തെ NRI സീറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ആ ക്യാമ്പസിൻ്റെ തന്നെ NRI സീറ്റും സെലക്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ മാർക്ക് വളരെ കുറവാണ്, ഒരു 250 മാർക്കേ ഉള്ളൂ. ഞാനൊരു NRI സീറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ 250 മാർക്കുള്ളൊരു കുട്ടി, ഞാൻ ബാക്കി എനിക്കൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് NRI മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ആ ഒരു പുഷ്പഗിരി മെഡിക്കൽ കോളേജാണ് നോക്കുന്നതെങ്കിൽ ആ NRI സീറ്റ് നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ ആദ്യം പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ ജനറൽ സീറ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ മൈനോറിറ്റി സീറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം NRI സീറ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിൽ വേണം നാം ചെയ്യാൻ. മൈനോറിറ്റി സീറ്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ NRI സീറ്റ് മാത്രമായിട്ട് നമുക്കങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ജനറൽ സീറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്മ്യൂണൽ റിസർവേഷൻ, മൈനോറിറ്റി റിസർവേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന ക്യാമ്പസുകളുടെ, ഇപ്പോൾ അൽഹസർ മെഡിക്കൽ കോളേജ്, അവിടുത്തെ 3 സെക്ടറിലും ആ ക്യാമ്പസിന് തന്നെ ജനറൽ സീറ്റിലും അതുപോലെ മുസ്ലിം മൈനോറിറ്റി സീറ്റിലും NRI സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും, ഇതെല്ലാം സെലക്ട് ചെയ്ത് വേണം നാം മുന്നോട്ട് ചോയ്സ് ഫില്ലിങ്ങിൽ പോകുവാൻ. ഇനി MBBSന്റെ പ്രയോറിറ്റി കഴിഞ്ഞിട്ട് എനിക്ക് BDS ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MBBSന്റെ ഗവൺമെൻറ് ആണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, അതിനുശേഷം BDSന്റെ ഗവൺമെൻറ് ആണ് സെക്കൻഡ് പ്രയോറിറ്റി, അതിനുശേഷം മാത്രമേ MBBSന്റെ പ്രൈവറ്റ് താല്പര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓരോ വിദ്യാർത്ഥിയുടെയും പേരൻറ്റിൻ്റെയും ചോയ്സാണ്. അപ്പോൾ ഇത്
ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏതൊക്കെ ലിസ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് ഒരു പേപ്പറും പേനായും എടുത്ത് ആദ്യം എഴുതി വെക്കണം. അല്ലാതെ ലോഗിൻ ചെയ്തതിന് ശേഷമല്ല നമ്മളിവിടെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കഷനും അതിനുള്ള സെർച്ചിങ്ങും നമ്മൾ ചെയ്യാൻ. ഇനി ഇവിടെ നമ്മളിത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഡെൻ്റൽ കോളേജ് ഗവൺമെൻറ്റും അതുപോലെ പ്രൈവറ്റും ഒക്കെ നാം സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ചെയ്യുന്നത് പോലെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇവിടെ ഇല്ല. സേവ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഇതോടെ എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. ഇന്ന് 22 നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്തു, 26 വരെ സമയമുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്കിനി ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ പറ്റുമോ? 26 ഇൻ ബിറ്റ്വീൻ നമുക്ക് എത്ര പ്രാവശ്യം വേണേലും നമ്മുടെ ചോയ്സുകളെ റീഅറേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇനി നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിലേക്ക് പോകാം. ഇത്ര ഇൻസ്ട്രക്ഷൻസ് എല്ലാം മനസ്സിലാക്കി കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ckerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ആയതിനു ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് വേണം നമുക്ക് ചോയ്സ് ഫില്ലിംഗ് ചെയ്യാനായിട്ട്. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് കീമിൽ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ 26 ഇൻ ബിറ്റ്വീൻ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീസ് റെമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് പോവാം. ചോയ്സ് ഫില്ലിംഗ് ശരിക്കും കേരളയുടെ ഈസിയാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള കോഴ്സും കോളേജുകളും പ്രയോറിറ്റി അനുസരിച്ച് എൻട്രി ചെയ്യുക, സേവ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇനി ചോയ്സ് ഫില്ലിംഗ് മാത്രമായിട്ട് ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പേരൻസിന് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, വിദ്യാർത്ഥികൾക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും സ്റ്റേ വേക്കൻസി ഏതുമാവട്ടെ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ എത്തുന്ന സമയത്ത് നമുക്ക് അർഹതപ്പെട്ട ഒരു ക്യാമ്പസ് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ 2025 എൻട്രൻസ് എക്സാമിനേഷൻ ഏറ്റവും മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ, ഏറ്റവും ടോപ്പ് റാങ്കുകളോടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ഒരു പേഴ്സണൽ അറ്റൻഷനാണ് ഒരു വിദ്യാർത്ഥിക്ക് വിജയിക്കാൻ വേണ്ടത്. അതേപോലെ പഠിച്ച് ഒരു വിജയിയായി മാറാനും ആൽഫയുടെ ക്യാമ്പസിലെ സെപ്റ്റംബർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡൗട്ട്സ് ഏതുമാവട്ടെ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏറ്റവും നല്ലൊരു ക്യാമ്പസിലൂടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.